പല്ല് ക്ലീൻ ചെയ്താൽ ഇനാമൽ നഷ്ടപ്പെടുമോ? കാലാകാലങ്ങളായിട്ട് പല രോഗികളും സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. പല്ല് ക്ലീൻ ചെയ്താൽ ഇനാമൽ നഷ്ടപ്പെടുമെന്ന് കരുതി പല്ല് ക്ലീൻ ചെയ്യാതിരിക്കുന്നവരാണ് ഭൂരിഭാഗം ആൾക്കാർ. പലർക്കും അറിയാത്ത ഒരു കാര്യമാണ്, നമ്മുടെ മനുഷ്യ ശരീരത്തിൽ എല്ലിനേക്കാൾ, അത് അസ്ഥിയേക്കാൾ ഏറ്റവും കാഠിന്യമുള്ള ഒരു വസ്തു എന്ന് പറയുന്നത് പല്ലിൻ്റെ ഇനാമലാണ്. ദ ഹാർഡസ്റ്റ് സബ്സ്റ്റൻസ് ഇൻ ദ ഹ്യൂമൻ ബോഡി എന്ന് പറയുന്നത് ടൂത്ത് ഇനാമലാണ്. പല്ല് ക്ലീൻ ചെയ്യുന്ന ഡെന്റൽ സ്കെയിലർ എന്ന് പറഞ്ഞ ഉപകരണം ഒന്ന് തട്ടിയെന്ന് വെച്ച് ഒട്ടും പോറലേൽക്കാത്ത ഒരു ഭാഗം തന്നെയാണ് പല്ലിൻ്റെ ഇനാമൽ. പല ആൾക്കാരും ചോദിക്കുന്നത്, എൻ്റെ അടുത്ത വീട്ടിലെ ഒരാൾ പല്ല് ക്ലീൻ ചെയ്തു, പിന്നെ ഒരു 7-8 ആഴ്ച അല്ലെ 2 മാസത്തോളം പുള്ളിക്ക് സഹിക്കാൻ പറ്റാത്ത പുളിപ്പായിരുന്നു, ഇത് കാരണമാണ് ഞാൻ പല്ല് ക്ലീൻ ചെയ്യാത്തതെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ പുളിപ്പ് വരുന്നത്? സാധാരണയായിട്ട് നമ്മൾ നഖം ചേർത്ത് വെട്ടിക്കഴിഞ്ഞാൽ, നമ്മൾ നെയിൽ കട്ടർ ഉപയോഗിച്ചുകൊണ്ട് നഖം ചേർത്ത് വെട്ടിക്കഴിഞ്ഞാൽ ചെറുതായിട്ട് നമുക്കൊരു വേദന അനുഭവപ്പെടാറുണ്ട്. അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ പോകാറുമുണ്ട്. അപ്പോൾ സാധാരണയായിട്ട് ഈ പല്ലിൻ്റെ അറ്റത്ത് അല്ലെങ്കിൽ പല്ലിൻ്റെ ഉപരിഭാഗത്ത് പറ്റിപ്പിടിച്ചിരിക്കുന്ന അഴുക്കിൻ്റെ പാളി കാരണം ഇത്രയും നാൾ നമുക്കറിയാത്ത ഒരു സെൻസേഷൻ ഈ അഴുക്ക് നീക്കം ചെയ്യുമ്പോൾ പെട്ടെന്ന് ചൂടോ തണുപ്പോ തട്ടുന്ന മാത്രയിൽ നേരിയ ഒരു വ്യത്യാസം അവിടെ അനുഭവവേദ്യമാവുന്നു. അതാണ് നമുക്ക് അവിടെ പുളിപ്പായിട്ട് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അത് പേടിച്ചുകൊണ്ട് ആരും പല്ല് ക്ലീൻ ചെയ്യാതിരിക്കേണ്ട ആവശ്യമില്ല. പല്ല് ക്ലീൻ ചെയ്യുന്നത് കൊണ്ട് ഒരിക്കലും പല്ലിൻ്റെ ഇനാമലിന് കേട് സംഭവിക്കുകയല്ല, മറിച്ച് പല്ലിൻ്റെ ആരോഗ്യം അല്ലെങ്കിൽ പല്ലിൻ്റെ ആയുസ് കുറച്ചുകൂടി നീട്ടി കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായ ഇടവേളകളിൽ വർഷത്തിൽ 2 തവണ നിർബന്ധമായും പല്ല് ക്ലീൻ ചെയ്തിരിക്കേണ്ടത് ദന്താരോഗ്യത്തിന് വളരെ അത്യന്താപേക്ഷിതമാണ്. കീഴ്ത്താടിയിലോ മേൽത്താടിയിലോ അവസാനത്തെ പല്ല് അല്ലെങ്കിൽ നമ്മുടെ വിസ്ഡൻ ടീത്ത് എടുത്തു കഴിഞ്ഞാൽ ഇത് കാഴ്ചശക്തിയെ ബാധിക്കുമോ അല്ലെങ്കിൽ ഇതിൻ്റെ തലച്ചോറിനെ ബാധിക്കുമോ എന്നൊക്കെ ചോദിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇത് ശരിയാണോ? പണ്ടുള്ള അമ്മൂമ്മമാരൊക്കെ പലപ്പോഴും പറയും, ഞാൻ എൻ്റെ അവസാനത്തെ പല്ല് എന്തായാലും എടുക്കത്തില്ല, കാരണം ഇതെൻ്റെ ചെവിയെ ബാധിക്കും, എൻ്റെ കാഴ്ച പോകും, എൻ്റെ കേൾവി പോകും, തലച്ചോറിനെ ഗണ്യമായിട്ട് ബാധിക്കും എന്നൊക്കെ ഒരുപാട് ജഡിലമായിട്ടുള്ള ധാരണ വെച്ച് പുലർത്തുന്ന ആൾക്കാരുണ്ട്. നമ്മൾ അറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തീർച്ചയായിട്ടും നമുക്ക് ഏത് പല്ലും എടുക്കേണ്ട ഒരു അവസ്ഥയിലാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് എടുക്കുക തന്നെ വേണം. പക്ഷെ പണ്ടുള്ള ചികിത്സയെ അപേക്ഷിച്ചിട്ട് ഇപ്പോൾ ഒരുപാട് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻ്റ് ഒക്കെ വന്നതിൻ്റെ ഫലമായിട്ട് നമ്മളുടെ ഏറ്റവും അവസാനത്തെ ഒരു ട്രീറ്റ്മെൻറ്റ് ചോയ്സ് ആയിരിക്കും എക്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. മറ്റ് പല മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ നാച്ചുറൽ ടീത്ത് നിലനിർത്താൻ കഴിയും ഇന്നത്തെ ടെക്നോളജി യുഗത്തിൽ. പക്ഷെ നമുക്കറിയാം, ഏറ്റവും അവസാനമായിട്ട് നമുക്ക് വരുന്ന ഒരു പല്ലാണ് വിസ്ഡൻ ടീത്ത് അല്ലെങ്കിൽ വിവേകദന്തങ്ങൾ എന്ന് പറയുന്നത്. പലപ്പോഴും ഈ വിവേകദന്തങ്ങൾ ഉൾക്കൊള്ളാനായിട്ടുള്ള സ്പേസ് നമ്മുടെ താടിയിൽ ഉണ്ടാകണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ചരിഞ്ഞോ കമിഴ്ന്നോ വീണോ നെടുകയൊക്കെ പലപ്പോഴും പല്ലിൻ്റെ മറ്റു പല്ലുകളുടെ ലെവലുകളിലേക്ക് ഉയർന്നു വരാതെ എല്ലിൻ്റെ അകത്ത് കുടുങ്ങിക്കിടക്കുന്ന പല്ലുകളായിട്ട് ഇമ്പാക്റ്റഡ് ടീത്തായിട്ടാണ് ഇവ പലപ്പോഴും പ്രസൻറ്റ് ചെയ്യാറ്. അപ്പം അത്തരത്തിലുള്ള ഇമ്പാക്റ്റഡ് ടീത്ത് നമുക്ക് സാധാരണ രീതിയിൽ നീക്കം ചെയ്യാൻ സാധിക്കുകയില്ല. പലപ്പോഴും അസ്ഥി കുറച്ച് കട്ട് ചെയ്തിട്ട്, ബോൺ കുറച്ച് കട്ട് ചെയ്തിട്ട് നമുക്കത് നീക്കം ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷേ ഈ ഒരു പ്രൊസീജിയർ പറയുന്ന സമയത്ത് പലർക്കും ഉള്ളൊരു തെറ്റിദ്ധാരണയാണ്, ഇത് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ കേൾവിയെ അല്ലെങ്കിൽ കാഴ്ചശക്തിയെ ബാധിക്കും എന്നുള്ളത്. തീർത്തും തെറ്റിദ്ധാരണ പരത്തുന്ന ഒന്ന് തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അറിയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരു 3rd മോളാർ, അവിടെ പ്രത്യേകിച്ച് എല്ലിൻ്റെ ഇടയിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു 3rd മോളാറിൽ നിന്നും ഒരു സിസ്റ്റ്, അതായത് അതിൻ്റെ ചുറ്റും ഒരു സിസ്റ്റ് പോലെ ഒരു ഇൻഫെക്ഷൻ ഉണ്ടാകാൻ, അല്ലെങ്കിൽ അത് ട്യൂമറായിട്ട് ഒരു കെരറ്റോസിസ്റ്റിക് ഒഡൻജോജനിക് ട്യൂമറായിട്ടൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഇമ്പാക്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എല്ലിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു പല്ല് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നീക്കം ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇത്തരത്തിലുള്ള തെറ്റിദ്ധാരണ കാരണം അത് നീക്കം ചെയ്യാതെ ഇരുന്നു കഴിഞ്ഞാലാണ് തീർച്ചയായിട്ടും മറ്റ് ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുന്നതെന്ന് മനസ്സിലാക്കുക. പലരും ചോദിക്കുന്ന മറ്റൊരു സംശയമാണ്, എന്താണ് ഈ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ്? ഇതിൻ്റെ സക്സസ് റേറ്റ് എന്തുമാത്രമാണ്? ഇത് ചെയ്തു കഴിഞ്ഞാൽ എന്തിനാണ് നല്ല ഒരു പല്ലിനെ റൂട്ട് കനാൽ ചെയ്ത് ക്യാപ്പ് ഇടണമെന്ന് പറയുന്നത്? എല്ലാ പല്ലിലും റൂട്ട് കനാൽ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? നമുക്കിതിനകത്ത് വളരെ ലഘുവായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 2 രീതിയിൽ റൂട്ട് കനാൽ ചികിത്സ ചെയ്യാറുണ്ട്. ഒന്ന്, റൂട്ട് കനാൽ ചികിത്സ ആവശ്യമുള്ള പല്ലുകൾ, അതായത് നന്നായിട്ട് കേട് ബാധിച്ച പല്ലുകളിൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പല്ലിൻ്റെ ഏറ്റവും ആഴമുള്ള പാളിയായിട്ടുള്ള ദന്തമജ്ജ വരെ നമ്മുടെ കേട് ബാധിക്കുന്ന അവസ്ഥയിൽ നമുക്ക് മറ്റ് ഒരു തരത്തിലുള്ള പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും പല്ല് അടയ്ക്കാൻ സാധ്യമല്ല എന്ന് ബോധ്യം വരുമ്പോൾ ചെയ്യുന്ന അവസാനത്തെ അത്താണിയാണ് റൂട്ട് കനാൽ ചികിത്സ എന്ന് പറയുന്നത്. പല്ലിൻ്റെ വേരിനകത്തുള്ള പഴുപ്പ് നീക്കം ചെയ്തുകൊണ്ട് അവിടെ ജൈവ സൗഹാർദ്ദപരമായിട്ടുള്ള ഗട്ടാപ്പർച്ച എന്ന് പറയുന്ന ഒരു വസ്തു ഉപയോഗിച്ചുകൊണ്ട് അടച്ചെടുക്കുന്ന ഒരു ചികിത്സയാണ് റൂട്ട് കനാൽ ചികിത്സ. ഇനി രണ്ടാമത് ഞാൻ പറഞ്ഞ ചില കേസുകളിൽ അത് ഇൻഡിക്കേറ്റഡ് ആയിരിക്കില്ല, പക്ഷെ നമ്മൾ ചില കേസുകളിൽ ചെയ്യാറുണ്ട്. അതെന്തിനാണെന്ന് ചോദിച്ചാൽ അതിന് നമ്മൾ പറയും
നിർബന്ധിത റൂട്ട് കനാൽ ചികിത്സ അല്ലെങ്കിൽ ഇന്റൻഷണൽ റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ്. അപ്പോൾ അത് വേണ്ടി വരുന്ന അവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല്ല് നഷ്ടപ്പെട്ട ഭാഗത്ത് നമുക്ക് പല്ല് വെക്കാനായിട്ട് 3 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് ഊരി മാറ്റുന്ന പല്ലുകൾ വെക്കുന്നതാണ്. അതിനേക്കാൾ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞപ്പോഴും ഫിക്സഡ് ആയിട്ടുള്ള പല്ലുകൾ വെക്കുന്നതാണ് നമ്മുടെ പല്ലിനും പേശികൾക്കും അനുബന്ധമായിട്ടുള്ള താടിയല് സന്ധിക്കുമൊക്കെ ഏറ്റവും നല്ലത്. ഈ ഫിക്സഡ് ആയിട്ടുള്ള പല്ല് നമുക്ക് 2 രീതിയിൽ വെക്കാം. സ്ക്രൂ ഉപയോഗിച്ചുകൊണ്ട് അസ്ഥിയിൽ തന്നെ ഘടിപ്പിക്കാവുന്ന ഡെന്റൽ ഇംപ്ലാന്റുകളായിട്ടും വെക്കാം. തൊട്ടടുത്ത 2 പല്ലുകളിൽ നിന്ന് സപ്പോർട്ട് എടുത്തുകൊണ്ട് ചെയ്യുന്ന ഫിക്സഡ് പാർഷ്യൽ ഡെഞ്ചേഴ്സ് അല്ലെങ്കിൽ ബ്രിഡ്ജസ് ആയിട്ടും വെക്കാം. ഈ തൊട്ടടുത്തുള്ള 2 പല്ലുകളിൽ നിന്ന് നമ്മൾ സപ്പോർട്ട് എടുത്തിട്ട് ഫിക്സഡ് ആയിട്ടുള്ള ഡെഞ്ചേഴ്സ് വെക്കുമ്പോൾ ആ സപ്പോർട്ട് എടുക്കുന്ന പല്ലുകളെ നമ്മൾ പറയുന്ന അബട്ട്മെന്റ് ടൂത്ത് എന്നാണ് പറയുന്നത്. ഈ അബട്ട്മെന്റ് ടൂത്ത് നമ്മൾ ഒരുപാട് റെഡ്യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ അബട്ട്മെന്റ് ടൂത്ത്സിന്റെ സൈസ് കുറച്ചിട്ടാണ് അവിടെ ഒരു ക്യാപ്പ് കൂടി അതിനകത്ത് കൂടി സപ്പോർട്ട് എടുത്തിട്ട് നമ്മൾ ഒരു പല്ല് നഷ്ടപ്പെട്ടാൽ നമ്മൾ അവിടെ 3 യൂണിറ്റ് ആയിട്ടായിരിക്കും ആ പല്ല് വെക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ അബട്ട്മെന്റ് ആയിട്ട് നമ്മൾ അതിന്റെ സപ്പോർട്ട് എടുക്കുന്ന പല്ലുകളിൽ ഭാവിയിൽ ഒരു കേടോ അല്ലെങ്കിൽ പുളിപ്പോ ഒക്കെ ഫീൽ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ക്യാപ്പ് ഇടുന്നതിന് മുന്നോടിയായിട്ട് ആ പല്ലുകൾ ഹെൽത്തി ആയിട്ടുള്ള ആ പല്ലുകളിൽ ചില ഘട്ടങ്ങളിൽ റൂട്ട് കനാൽ ചികിത്സ ചെയ്യാറുണ്ട്. അതിനെയാണ് നമ്മൾ നിർബന്ധിത റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ഇന്റൻഷണൽ RCT എന്ന് പറയുന്നത്. അപ്പോൾ ഏത് പല്ലുകളിലും നമുക്ക് റൂട്ട് കനാൽ ചികിത്സ ചെയ്യാവുന്നതാണ്. ഇതിന്റെ സക്സസ് റേറ്റ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു 90 മുതൽ 95% സക്സസ് റേറ്റ് ഉണ്ട്. ചുരുക്കം ചില ഒരു 5% കേസുകളിൽ കോംപ്ലക്സ് കനാൽസ് പറയാറുണ്ട്, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ കോൺഫിഗറേഷൻ. റൂട്ട് കനാൽ ശരിക്കും പറഞ്ഞാൽ ഒരു മരത്തിന്റെ ചില്ല പോലെയാണ്, മരത്തിന്റെ പല പല ശാഖകൾ പോലെ പടർന്ന് പന്തലിക്കുന്ന പോലെ. ചില കേസുകളിൽ 8 വിഭജിക്കുന്ന റൂട്ട് കനാൽ ഉണ്ടാവും. 1 വന്നിട്ട് പിന്നീട് അവിടെ നിന്ന് 2 ആയിട്ടും ആ 2 പിന്നീട് 3 ആയിട്ടും 4 ആയിട്ടും ഒക്കെ തരംതിരിയുന്ന മൾട്ടിപ്പിൾ കോൺഫിഗറേഷൻസ് ഉള്ള ഒരുപാട് കനാൽ, ഒരു കനാലിൽ നിന്ന് തന്നെ ഉരുത്തിരിയുന്ന ഒരുപാട് അക്സസറി കനാൽസ്, അതിന്റെ ശാഖകളായിട്ടുള്ള കനാൽസ് ഉള്ള ടൂത്തുകൾ ഉണ്ടാവും. അപ്പൊ അത്തരത്തിലുള്ള പല്ലുകളിൽ ചിലപ്പോൾ ചില കോംപ്ലക്സ് അനാട്ടമി കാരണം ചില കേസുകളിൽ ഇത് ഫെയിലുവർ സംഭവിക്കാറുണ്ട്. ഫെയിലുവർ വന്ന കേസുകളിലും പിന്നീട് നമുക്ക് അതിനെ റീ റൂട്ട് കനാൽ ചെയ്തുകൊണ്ട് വിജയിപ്പിച്ചെടുക്കാവുന്ന കേസുകളും നമുക്ക് സാധാരണയായിട്ട് കണ്ടുവരാറുണ്ട്. ഇനി നമ്മൾ സാധാരണ ചോദിക്കുന്നത് എന്തിനാണ് റൂട്ട് കനാൽ ചികിത്സ ചെയ്തിട്ട് ക്യാപ്പ് ഇടാനായിട്ട് പറയുന്നത്? റൂട്ട് കനാൽ ചികിത്സ ചെയ്ത് നമ്മൾ അതിൻ്റെ അകത്തുള്ള ഈ രക്തക്കുഴലുകളും ആ പഴുപ്പും ഒക്കെ മാറ്റുന്ന സമയത്ത് പല്ലിൻ്റെ ആ ഒരു ഘടന കംപ്ലീറ്റ് വ്യത്യാസം വരുന്നു, അതിൻ്റെ ജലാംശം നന്നായി നഷ്ടപ്പെടുന്നു. അപ്പോൾ അതിനുശേഷം നിങ്ങൾ കട്ടിയുള്ള എന്തെങ്കിലും ഒരു വസ്തു കടിച്ചു കഴിഞ്ഞാൽ ഒരു മുട്ടത്തോടിൻ്റെ ഒരു ബലമേ പിന്നീട് നമ്മുടെ പല്ലിന് ഉണ്ടാവുള്ളൂ. അത് പൊട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മറ്റൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ റൂട്ട് കനാൽ ചികിത്സ കഴിഞ്ഞ പല്ലുകൾക്ക് പലപ്പോഴും നിറവ്യത്യാസം വരാറുണ്ട്. അപ്പോൾ മുൻനിര പല്ലുകളിൽ ഇത് ചിരിക്കുമ്പോൾ ഒരു അഭംഗിക്ക് കാരണമാകാറുണ്ട്. അപ്പോൾ ആ ഒരു അഭംഗി പരിഹരിക്കാനായിട്ടാണ് പല്ലിൻ്റെ നിറത്തിലുള്ള ക്യാപ്പ് കൂടി ധരിക്കണമെന്ന് മുൻനിര പല്ലുകളിൽ പറയാറ്. നമ്മുടെ ഇനി ചവയ്ക്കുന്ന പല്ലുകളിലാകട്ടെ നമ്മൾ ഈ നേരത്തെ പറഞ്ഞതുപോലെ ജലാംശം നഷ്ടപ്പെടുന്നതിൻ്റെ ഫലമായിട്ട് നിങ്ങൾ കട്ടിയുള്ള ഒരു വസ്തു കടിച്ചു കഴിഞ്ഞാൽ പൊട്ടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കുറച്ചുകൂടി നമുക്ക് ധൈര്യത്തോടെ ചവയ്ക്കണമെന്നുണ്ടെങ്കിൽ അവിടെയും നമ്മളൊരു ക്യാപ്പ് ഇട്ട് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. പക്ഷേ പിന്നിര പല്ലുകളിൽ നമുക്ക് പല്ലിൻ്റെ നിറത്തിലുള്ള ക്യാപ്പിൻ്റെ എണ്ണവും നിർബന്ധമില്ല. നമുക്ക് അവിടെ സ്റ്റീൽ ക്യാപ്പുകളും ലഭ്യമായിട്ടുണ്ട്, പല്ലിൻ്റെ നിറത്തിലുള്ള ക്യാപ്പുകളും ഉണ്ട്. അതോടൊപ്പം തന്നെ രണ്ടും കൂടി യോജിച്ച രീതിയിൽ മെറ്റൽ സെറാമിക് എന്ന് പറയും, പുറമേക്ക് കാണുന്ന ഭാഗത്ത് പല്ലിൻ്റെ നിറത്തിലുള്ളതും ഉൾഭാഗത്ത് ലോഹ നിർമ്മിതമായിട്ടുള്ള ഒരു കോമ്പിനേഷനിലുള്ള ക്യാപ്പുകളും ലഭ്യമായിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഏതവസ്ഥയിലും റൂട്ട് കനാൽ ചികിത്സ ചെയ്യാവുന്നതാണ്. അതിൻ്റെ ഏറ്റക്കുറച്ചുകൾ അനുസരിച്ച് അതിന് അനുയോജ്യമായിട്ടുള്ള ക്യാപ്പുകളും നമുക്ക് ഇട്ടുകൊടുക്കാവുന്നതാണ്. പലരും ചോദിക്കുന്ന മറ്റൊരു സംശയമാണ് എന്താണ് ഇംപ്ലാന്റ് ചികിത്സ? ഇംപ്ലാന്റ് ചികിത്സ ഇപ്പോൾ ഒരുപാട് കേൾക്കുന്നു, ഒരുപാട് പരസ്യങ്ങൾ കാണുന്നു, പല സ്ഥലത്തും ഇതിനെക്കുറിച്ച് കേൾക്കുന്നു. ഇത് എന്തോ ഒരു സ്ക്രൂ നമ്മുടെ എല്ലിനകത്തേക്ക് ഇടുന്നതാണെന്ന് കേൾക്കുന്നു. നമ്മൾ സാധാരണയായിട്ട് ചുവരിലൊക്കെ ആണിയടിച്ച് കയറ്റുന്നത് പോലെ വളരെ വേദനിപ്പിക്കുന്ന ഒന്നാണോ ഈ സ്ക്രൂ എല്ലിനകത്തേക്ക് തറപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ തീർത്തും പേടിയാകുന്നു. എന്താണ് ഇംപ്ലാന്റ് ചികിത്സ? അപ്പോൾ അതിൻ്റെ ഉത്തരവെന്ന് പറഞ്ഞാൽ വളരെ ലഘുവായിട്ട് ചെയ്യാവുന്ന ഒന്ന് തന്നെയാണ് ഇംപ്ലാന്റ് ചികിത്സ എന്ന് പറയുന്നത്. ഇംപ്ലാന്റ് ചികിത്സയിലേക്ക് പലപ്പോഴും എത്താതെ തന്നെ നമുക്ക് നമ്മുടെ മറ്റ് ചികിത്സകൾ ചെയ്തു കഴിഞ്ഞാൽ, മറ്റ് തുടക്കത്തിലെ ഈ ദന്തക്ഷയവും മോണരോഗവും ഒക്കെ കണ്ടെത്തി ചികിത്സിച്ചു കഴിഞ്ഞാൽ ഇംപ്ലാന്റ് ചികിത്സയിലോട്ട് പോകാതെ തന്നെ നമുക്ക് വളരെ കുറച്ചുകൂടി സിമ്പിൾ എക്കണോമിക്കലുമായിട്ടുള്ള, കുറച്ചുകൂടി ലാഭകരമായിട്ടുള്ള, തുച്ഛമായിട്ടുള്ള എമൗണ്ട് മാത്രം മതിയാകുന്ന ചികിത്സകൾ ചെയ്ത് നമ്മുടെ സ്വന്തം പല്ല് തന്നെ നിലനിർത്താൻ സാധിക്കും. എന്നാൽ ചില ഘട്ടങ്ങളിൽ നമ്മുടെ കയ്യിൽ നിൽക്കാതെ നമ്മുടെ ഒരു അലംഭാവം കൊണ്ട് ചില പല്ലുകൾ നഷ്ടപ്പെടുമ്പോൾ ഏറ്റവും ഉചിതമായിട്ടുള്ള ദന്ത പുനർനിർമ്മീകരണ ചികിത്സയിൽ ഏറ്റവും മുൻപന്തിയിൽ ഇന്ന് നിൽക്കുന്ന ഒന്നാണ് ഇംപ്ലാന്റ് എന്ന് പറയുന്നത്. എന്താണെന്ന് ലഘുവായി പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ലോഹനിർമ്മിതമായിട്ടുള്ള, അതും ജൈവ സൗഹാർദ്ദപരമായിട്ടുള്ള ടൈറ്റാനിയം കൊണ്ട് നിർമ്മിതമായിട്ടുള്ള ഒരു സ്ക്രൂ ആണ് നമ്മുടെ അസ്ഥിയിലേക്ക് നിക്ഷേപിക്കുന്നത്. ഇത് എല്ലാ കേസിലും സക്സസ് ആവാറുണ്ടോ? അല്ലാതെ ഏറ്റവും എൻ്റെ ആപ്റ്റ് ആയിട്ടുള്ള ഉത്തരവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള പേഷ്യൻ്റ് സെലക്ഷനാണ് ഇംപ്ലാന്റ് ചികിത്സയുടെ വിജയത്തിൻ്റെ
ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്ന കാര്യം. എല്ലാവരിലും ഇംപ്ലാന്റ് ചികിത്സ വിജയിക്കാറില്ല. ആർക്കൊക്കെയാണ് ഇംപ്ലാന്റ് ചികിത്സ പരാജയപ്പെട്ടു പോകുന്നത്? നല്ലവണ്ണം പുകവലിക്കുന്ന ആൾക്കാർ, ഒരു ക്രോണിക് സ്മോക്കർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദിവസവും 8 മുതൽ 10 വരെ സിഗരറ്റ് വലിക്കുന്ന ആൾക്കാരിൽ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ആൾക്കാരിൽ നമ്മൾ ഇംപ്ലാന്റ് ഇട്ട് കഴിഞ്ഞാലും അതിൻ്റെ ചുറ്റും നമ്മൾ സാധാരണയായിട്ട് മോണരോഗത്തിൽ ഈ മോണയ്ക്ക് ചുറ്റും നീർവീക്കം വരുന്നത് പോലെ തന്നെ ഇംപ്ലാന്റിന് ചുറ്റും നീർവീക്കം വരാറുണ്ട്. ഈ അവസ്ഥയെ പെരി ഇംപ്ലാന്റിറ്റിസ് എന്ന് പറയാറുണ്ട്. അപ്പോൾ അത്തരം കേസുകളിൽ ഈ ഇംപ്ലാന്റ് 6 മാസം അല്ലെങ്കിൽ 3 മാസം കഴിയുമ്പോഴത്തേക്കും അസ്ഥിയിൽ നിന്ന് ഊരി വരുന്നതായിട്ട്, എന്നിട്ട് അസ്ഥിക്കുള്ളിൽ ഒഴുകി നടക്കുന്നതായിട്ട് കാണാറുണ്ട്. നമ്മളതിനെ എയിലിംഗ് ഇംപ്ലാന്റ് എന്നും, അതിന് കുറച്ചുകൂടി തീവ്രമായിട്ടുള്ള അവസ്ഥയിൽ ഫെയിലിംഗ് ഇംപ്ലാന്റ് എന്നും, അത് അങ്ങേയറ്റം നശിച്ച് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അത് ഫെയിൽഡ് ഇംപ്ലാന്റ് എന്നും നമുക്ക് അവയെ തരംതിരിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ എയിലിംഗ് ഇംപ്ലാന്റും ഫെയിൽഡ് ഇംപ്ലാന്റും ഒക്കെ ആവാനുള്ള സാധ്യത കൂടിയ ഒരു ഗണമാണ് ഈ ഒരുപാട് പുകവലിക്കുന്ന ആൾക്കാർ. മറ്റൊന്ന് നിയന്ത്രണ വിധേയമല്ലാത്ത പ്രമേഹ രോഗമുള്ള ആൾക്കാരിലാണ്. അപ്പം അത്തരത്തിൽ ഉള്ള ആൾക്കാരും പ്രമേഹം നിയന്ത്രണ വിധേയമാക്കണം. അതിൻ്റെ ഗോൾഡ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഇപ്പോൾ ടൈം ഇൻ റേഞ്ചും അല്ലെങ്കിൽ HbA1c ഒക്കെയാണ് നമ്മുടെ പ്രമേഹത്തിൻ്റെ ഗോൾഡ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള. HbA1c 6.5 അതിൽ താഴെയുള്ള ഏതൊരാളിലും നമുക്ക് ഡെന്റൽ ഇംപ്ലാന്റ് ചികിത്സ വളരെ വിജയകരമായിട്ട് പൂർത്തിയാക്കാവുന്നതാണ്. മറ്റൊന്ന്, അസ്ഥിക്ക് ക്ഷയം സംഭവിക്കുന്ന ഓസ്റ്റിയോപോറോസിസ് പോലെയുള്ള അസ്ഥിയുടെ സാന്ദ്രത കുറയുന്ന, ബോൺ മിനറൽ ഡെൻസിറ്റി കണ്ടമാനം കുറയുന്ന അവസ്ഥയുള്ള ആൾക്കാരിൽ നമ്മൾ ഇത്തരത്തിലുള്ള ഇംപ്ലാന്റ് ചികിത്സ വിജയിക്കാനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ട് തന്നെ ഇംപ്ലാന്റ് ചികിത്സയ്ക്ക് മുന്നോടിയായിട്ട് നമ്മൾ എടുക്കുന്ന ഒരു പരിശോധനയാണ് CBCT. അതോടൊപ്പം തന്നെ വൈറ്റമിൻ ഡിയുടെ അളവ്, കാൽഷ്യത്തിൻ്റെ അളവ്, അതോടൊപ്പം തന്നെ ബോൺ മിനറൽ ഡെൻസിറ്റി കൂടി കണക്കിലെടുത്തിട്ട് വേണം നമ്മൾ ഇംപ്ലാന്റ് ചികിത്സയിലോട്ട് പോകാനായിട്ട്. ഈ CBCT എടുക്കുമ്പോൾ നമ്മൾ സാധാരണയായിട്ട് ഈ എല്ലിൻ്റെ സാന്ദ്രതയെ D1, D2, D3, D4 എന്ന് പറഞ്ഞ് 4ആയി തരംതിരിക്കാറുണ്ട്. D4ൻ്റെ ഒരു കട്ടി എന്ന് പറയുന്നത് സാധാരണ നമ്മുടെ ഒരു തെർമോകോൾ ഷീറ്റ് പോലെ ഉണ്ടാവുള്ളൂ. അപ്പോൾ D4 സാന്ദ്രതയുള്ള എല്ലാണെന്നുണ്ടെങ്കിൽ കഴിവതും ഇംപ്ലാന്റ് ചികിത്സയ്ക്ക് പോകാതിരിക്കുന്നതാണ് ഏറ്റവും അഭികാമ്യം. D1, D2 പോലെ കുറച്ചുകൂടി കട്ടിയുള്ള എല്ലുള്ള ആൾക്കാരിൽ തീർച്ചയായിട്ടും നമുക്ക് വളരെ വിജയകരമായിട്ട് ഇംപ്ലാന്റ് ചികിത്സ പൂർത്തീകരിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒട്ടും പേടിക്കാതെ കൃത്യമായിട്ടുള്ള പരിശോധനകൾക്ക് ശേഷമാണ് നിങ്ങൾ ഇംപ്ലാന്റ് ചികിത്സയ്ക്ക് വിധേയമാകുന്നതെന്നുണ്ടെങ്കിൽ വളരെ സക്സസ്ഫുൾ ആയിട്ട് ചെയ്തു വരാവുന്ന ഒന്ന് തന്നെയാണ് ഡെന്റൽ ഇംപ്ലാന്റ് ചികിത്സ. എന്താണ് ഡെന്റൽ ലേസറുകൾ എന്ന് പലരും ചോദിക്കാറുണ്ട്. ഇത് വേദനാരഹിതമായ ചികിത്സാ രീതി അല്ലേ? എല്ലാ കേസുകളിലും ഡെന്റൽ ലേസർ ഉപയോഗിച്ചാൽ പോരെ എന്ന് ചോദിക്കുന്ന ആൾക്കാരുമുണ്ട്. എന്താണ് ഇതിന്റെ ഉത്തരവ് നമുക്ക് നോക്കാം. നമ്മുടെ ഡെന്റൽ ചികിത്സാ മേഖലയിൽ ഒട്ടേറെ നൂതനമായ മാറ്റങ്ങൾ കടന്നു വന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു ചികിത്സാ രീതിയാണ് ഡെന്റൽ ലേസർ. ഡെന്റൽ ലേസറിനെ നമുക്ക് 2ആയിട്ട് തരംതിരിക്കാൻ സാധിക്കും. കാഠിന്യമുള്ള കോശങ്ങളിലെ അപാകതകൾ പരിഹരിക്കുന്ന ഹാർഡ് ടിഷ്യൂ ലേസേഴ്സും ഉണ്ട്. അതോടൊപ്പം തന്നെ മൃദുവായിട്ടുള്ള കോശങ്ങളിലെ പ്രശ്നങ്ങൾ മാറ്റുന്ന സോഫ്റ്റ് ടിഷ്യൂ ലേസേഴ്സും ഉണ്ട്. സോഫ്റ്റ് ടിഷ്യൂ ലേസേഴ്സാണ് നമ്മൾ ദൈനംദിന ഉപയോഗത്തിൽ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഏതൊക്കെ കണ്ടീഷൻസിലാണ് നമുക്ക് ലേസേഴ്സ് ഉപയോഗിക്കാൻ സാധിക്കുക? പലർക്കും ഉള്ള ഒരു തെറ്റിദ്ധാരണയാണ്, ഇന്ന് പലരും വിചാരിച്ചു വെച്ചിരിക്കുന്ന ഒന്ന്, അല്ലെങ്കിൽ ഒരുപാട് പരസ്യങ്ങളിൽ പറയുന്നത് മോണരോഗത്തിൻ്റെ ചികിത്സ എന്നാൽ കേവലം ലേസർ ചികിത്സ മാത്രമാണെന്നൊരു തെറ്റിദ്ധാരണയുണ്ട്. എന്നാൽ നമ്മൾ അറിയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ലേസർ ചികിത്സ ഉപയോഗിക്കേണ്ട ഘട്ടങ്ങളിൽ മാത്രമാണ് നമ്മൾ തിട്ടപ്പെടുത്തി ഉപയോഗിക്കേണ്ടത്. പലപ്പോഴും ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ നിയന്ത്രണ വിധേയമല്ലാത്ത രീതിയിൽ ലേസർ ഉപയോഗം വരുന്നത് പലപ്പോഴും ഗുണത്തെക്കാൾ ഏറെ ദോഷം ചെയ്യാനും ഉപകരിക്കും. അതുകൊണ്ട് തന്നെ ഏതൊക്കെ കണ്ടീഷനിൽ കൃത്യമായിട്ട് ഉപയോഗിക്കണം എന്നുള്ളൊരു മുൻവിധി ഇല്ലാതെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അവിടെ കൃത്യമായിട്ടുള്ള സക്സസ് കിട്ടുകയുള്ളൂ. നമുക്ക് ചില കേസുകളിൽ ആൾക്കാർ വിചാരിക്കും ഈ ലേസർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇഞ്ചക്ഷൻ്റെ ആവശ്യമില്ല. അതും തെറ്റിദ്ധരിപ്പിക്കുന്ന ഒന്നാണ്. ലേസർ ഉപയോഗിച്ച് ചെയ്യുന്ന കേസുകളിൽ നമുക്ക് ഡെന്റൽ അനസ്തീഷ്യ തീർച്ചയായിട്ടും വേണ്ടതാണ്. എന്താണ് പക്ഷേ ഒരു കൺവെൻഷണൽ ഒരു ട്രീറ്റ്മെൻറ്റും ലേസർ ട്രീറ്റ്മെൻറ്റുള്ള വ്യത്യാസം? തീർച്ചയായിട്ടും ടൈമിൽ ഒരു വ്യത്യാസമുണ്ട്. നമ്മൾ സാധാരണയായിട്ട് ഇപ്പോൾ മോണയിൽ അമിതമായിട്ട് കറുപ്പ് നിറം ബാധിച്ച ആൾക്കാരുണ്ടാവും. സാധാരണയായിട്ട് നമുക്ക് അതിനെ ഡീപിഗ്മെന്റേഷൻ എന്ന് പറയുന്ന ലഘുവായിട്ടുള്ളൊരു ചികിത്സ വഴി ഈ കറുപ്പ് നിറം, ഒരുപാട് കോശങ്ങൾക്ക് കറുപ്പ് നിറം നൽകുന്ന അല്ലെങ്കിൽ നിറം നൽകുന്ന മെലാനിൻ എന്ന് പറയുന്ന രാസവസ്തുവിൻ്റെ അളവിൽ കൂടുതലുള്ള ഒരു പ്രൊഡക്ഷൻ നമ്മുടെ മോണയിലെ കോശങ്ങളിൽ വരുന്നതാണ് ഈ മോണ കറുത്തിരിക്കാനുള്ളൊരു കാരണം എന്ന് പറയുന്നത്. അപ്പോൾ ആ മെലാനിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഏറ്റവും ബേസിലായിട്ടുള്ള ഈ കോശങ്ങളെ നീക്കം ചെയ്തിട്ട് നമ്മുടെ നോർമലായിട്ടുള്ള ടോൺ വീണ്ടെടുക്കുന്നതാണ് ഡീപിഗ്മെന്റേഷൻ എന്ന് പറയുന്ന ശസ്ത്രക്രിയ. ഇത് നമുക്ക് സാധാരണ ബ്ലൈഡ് ഉപയോഗിച്ചുകൊണ്ട്, സ്കാൽപ്പൽ ഉപയോഗിച്ചുകൊണ്ടും ചെയ്യാൻ സാധിക്കും, ലേസർ ഉപയോഗിച്ചുകൊണ്ടും ചെയ്യാൻ സാധിക്കും. സ്കാൽപ്പൽ ഉപയോഗിച്ചുകൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ ഏതാണ്ട് 1 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ശസ്ത്രക്രിയ നമുക്ക് ലേസർ ഉപയോഗിച്ചുകൊണ്ട് ഒരു 15 മുതൽ 20 മിനിറ്റ് സമയത്തിനുള്ളിൽ പൂർത്തീകരിക്കാനായി സാധിക്കും. അപ്പോൾ ലേസർ ഉപയോഗിച്ചാൽ കിട്ടുന്ന ചില അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും
ആ സർജറിയുടെ സമയം കുറയ്ക്കാനായിട്ട് സാധിക്കും. പിന്നെ നമുക്ക് പോസ്റ്റ് ഓപ്പറേറ്റീവ് വൂണ്ട് ഹീലിംഗ് നോക്കിക്കഴിഞ്ഞാൽ സാധാരണയുള്ള സർജറിക്ക് ശേഷം ആ കോശങ്ങൾ കൃത്യമായിട്ട് ഉണങ്ങി വരാൻ എടുക്കുന്ന സമയം ലേസറുമായിട്ട് താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ കുറച്ചുകൂടി സമയം വേണ്ടി വരും നമ്മുടെ പരമ്പരാഗത രീതിയിലുള്ള ശസ്ത്രക്രിയ ചെയ്ത് കഴിഞ്ഞാൽ. എന്നാൽ ലേസർ ഉപയോഗിച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി പെട്ടെന്ന് ഈ ഹീലിംഗ് വരുന്നതായിട്ട് കാണാം. പക്ഷേ എല്ലാ കേസുകളിലും നമുക്ക് ലേസർ ഉപയോഗിക്കാൻ സാധ്യം അല്ല. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കേസാണ് പല്ലിൻ്റെ ഇടയിൽ വിടവ് വരുന്നു. മുൻനിര പല്ലുകളുടെ ഇടയിൽ വിടവിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ മോണയുടെ ഇടയിൽ കാണുന്ന നേരത്തെ ഒരു വള്ളിയെ നമ്മൾ അതിനെ പറയുന്നത് ഫ്രീനം എന്ന് പറയാറുണ്ട്. ആ ഒരു ദശ ഏൽപ്പിക്കുന്ന മർദ്ദം കാരണമാണ് പലപ്പോഴും മുൻനിര പല്ലുകൾക്കിടയിൽ ആ ഒരു സ്പേസ് വരാറ്. അപ്പം അത്തരത്തിലുള്ള ആ സ്പേസ് നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഫ്രീനം എന്ന് പറയുന്ന ദശയെ നീക്കം ചെയ്യേണ്ടി വരാറുണ്ട്. അപ്പം അത്തരത്തിലുള്ള ദശകൾ നീക്കം ചെയ്യാൻ, അല്ലെങ്കിൽ മോണയിൽ വരുന്ന ചെറിയ കുരുക്കൾ അല്ലെങ്കിൽ ചെറിയ കുമിളകൾ പോലെയുള്ള വളർച്ചകൾ, ദശാ വളർച്ചകൾ നീക്കം ചെയ്യാൻ ഒരുപാട് ചില ആൾക്കാർക്ക് ചിരിക്കുമ്പോൾ ഒരുപാട് മോണ കാട്ടിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. ഗമ്മി സ്മൈൽ എന്ന് പറയാറുണ്ട്. അപ്പം ഇത്തരത്തിൽ മോണയെ വീണ്ടും റീപൊസിഷൻ ചെയ്ത് പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുപോകാനായിട്ട് ജിഞ്ചിവെക്ടമി എന്ന് പറയുന്ന ലഘുവായിട്ടുള്ള ശസ്ത്രക്രിയ ചെയ്ത് നമുക്ക് മോണയുടെ ഷേപ്പിനെ മാറ്റി പഴയ രീതിയിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഇത്തരത്തിലുള്ള ശസ്ത്രക്രിയകൾ ചെയ്യാനായിട്ട് നമുക്ക് ലേസർ സർജറി ഉപയോഗിക്കാം. പക്ഷേ മോണരോഗത്തിൻ്റെ ചികിത്സയ്ക്കായിട്ട് നമ്മൾ സാധാരണയായിട്ട് മോണ തുറന്ന് ചെയ്യുന്ന ശസ്ത്രക്രിയയിൽ ഏറ്റവും നല്ല റിസൾട്ട് വരുന്നത് എപ്പോഴും നമ്മുടെ പരമ്പരാഗത ചികിത്സയ്ക്ക് തന്നെയാണ്. അപ്പോൾ ഏതൊക്കെ ചികിത്സയ്ക്ക് ലേസർ വേണമെന്ന് കൃത്യമായിട്ട് അതിനെക്കുറിച്ച് അറിവുള്ള ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം തീർച്ചയായിട്ടും ലേസർ ചികിത്സയ്ക്ക് വിധേയമായി കഴിഞ്ഞാൽ ഒരുപാട് കേസുകൾ നമുക്ക് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ട്രീറ്റ്മെൻറ്റ് റിസൾട്ട് കൈവരിക്കാൻ സാധിക്കുന്ന ഒരു ദന്താരോഗ്യ മേഖലയിലെ തീർത്തും ഒരു വിപ്ലവാത്മകമായ ഒരു മാറ്റം തന്നെയാണ് ഡെന്റൽ ലേസേഴ്സ് എന്ന് പറയുന്നത്.